എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ബിഗ് മോം അവരാണെങ്കിൽ അവരുടെ അമ്മയുടെ ഫോട്ടോ അത് കെട്ടിപ്പിടിച്ച് നെഞ്ചു തകർന്ന് ഒരുപാട് വേദനയിൽ പൊട്ടിക്കരയാണ്. അമ്മ, ഞാൻ പറയുന്ന കാര്യങ്ങൾ അതാരും കേൾക്കുന്നില്ല, എനിക്ക് ഒടുവിൽ നിങ്ങളെ നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് പറഞ്ഞ് അവൾ അങ്ങനെ നിർത്താതെ കരയും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. 63 വർഷം മുൻപ് ആ എൽബോ ഓഫ് ഐലാൻഡ് കാണിക്കുകയാണ്. അവിടെയാണ് ആ ജയൻസ് എല്ലാം ഹാപ്പി ആയിട്ട് ജീവിച്ചിരുന്നത്. ആക്ച്വലി നമ്മുടെ ബിഗ് മോം അവൾ ആ എൽബോ ഓഫ് ഐലാൻഡിലെ ഒരു മെമ്പർ അല്ല, അതായത് അവളൊരു ജയന്റ് അല്ല. കാരണം എൽബോ ഓഫ് ഐലാൻഡിലുള്ള ഒരു ജയൻസ് പോലും ഡബിൾ ഫ്രൂട്ട് കഴിച്ചിട്ടില്ല. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ആ ഒരു ഐലാൻഡ് കാണിക്കുകയാണ്. കടൽ തീരത്തിലേക്ക് ഇപ്പൊ വലിയൊരു കപ്പല് അതങ്ങനെ പതിയെ അടുക്കുകയാണ്. രണ്ടുപേര് കപ്പലിൽ നിന്ന് പുറത്തേക്ക് വരും. അവർ ആ കപ്പലിലേക്ക് നോക്കി ആരെയോ പുറത്തേക്ക് വരാനായിട്ട് പറയും. പുറത്തേക്ക് വരുന്നത് മറ്റാരുമല്ല, കുട്ടി ഉടുപ്പൊക്കെ ഇട്ട നമ്മുടെ കുഞ്ഞു ബിഗ് മോം. അവൾ അങ്ങനെ ചിരിച്ച് ഹാപ്പി ആയിട്ട് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. ബിഗ് മോം ആണെങ്കിൽ ആ ഐലാൻഡ് മൊത്തത്തിൽ നോക്കും. അവൾക്കാണെങ്കിൽ ആ ഐലാൻഡ് ഭയങ്കരമായിട്ട് ഇഷ്ടാവും. അവളങ്ങനെ കുഞ്ചി കുറുവി നാണിച്ച് കരയിലേക്ക് വരികയാണ്. ഉടനെ ബിഗ് മോമിന്റെ അമ്മ അവളോട് പറയും, നിന്റെ പപ്പയ്ക്ക് അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, അവിടേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാൻ കഴിയില്ല, സോ മടങ്ങി വരുന്നത് വരെ ഞങ്ങൾക്ക് വേണ്ടി നീ ഇവിടെ വെയിറ്റ് ചെയ്യണം. അതിന് ബിഗ് മോം ആണെങ്കിൽ ചാടി പറയും, ഇല്ല, ഞാനിവിടെ ഒറ്റയ്ക്ക് നിൽക്കില്ല, ഞാനും നിങ്ങളോടൊപ്പം വരും. അതിനവളുടെ അമ്മയാണെങ്കിൽ അവളെ കൂടുതൽ പ്രഷർ ചെയ്ത് മിഠായികളൊക്കെ ഒരുപാട് അവൾക്ക് കൊടുത്ത് അവിടെ നിൽക്കാൻ പറഞ്ഞ് അവർ രണ്ടുപേരും കപ്പലിൽ കയറി അവിടുന്ന് കടന്നു പോകും. ഈ ബിഗ് മോം ആണെങ്കിൽ അച്ഛനും അമ്മയും എത്രയും വേഗം തിരികെ വരുന്നുള്ള പ്രതീക്ഷയിൽ മിഠായിയൊക്കെ കഴിച്ച് അവർ തന്നെ നോക്കി നിൽക്കുകയാണ്. ബിഗ് മോമിനെ വിട്ട് പോകുന്നത് കണ്ട അവളുടെ അമ്മയ്ക്കാണെങ്കിൽ താങ്ങാൻ കഴിയില്ല. അതിനവളുടെ പപ്പ അമ്മയെ ചേർത്ത് പിടിച്ച് പറയും, നമുക്ക് വെച്ചത് ഇങ്ങനെ ഒരു കുട്ടിയാണ്, അവൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റില്ല, അവൾ ഇനിയും നമ്മളോടൊപ്പം നിന്നാ നമുക്ക് തകർച്ച മാത്രമേ ഉണ്ടാവൂ, ഇനി മുതൽ അവൾ ജീവിക്കേണ്ടത് ഇവിടെയാണ്, അവൾക്ക് കൂട്ടിനായിട്ട് ആ ഹോളി മദർ അവരിവിടെ ഉണ്ട്. ബിഗ് മോമിന്റെ കാര്യം ഹോളി മദർ നോക്കിക്കോളൂന്ന് പറഞ്ഞ് അവർ ആ കപ്പലുമായിട്ട് സ്പീഡിൽ അവിടെ വിട്ടുപോകും. അതേസമയം ബിഗ് മോം അവളുടെ പപ്പയും അമ്മയും എത്രയും വേഗം തിരികെ എത്തുന്നുള്ള പ്രതീക്ഷയിൽ കൊടുത്ത ചോക്ലേറ്റ് ഒക്കെ ഒന്നൊന്നായിട്ട് പുറത്തെടുത്ത് വെച്ച് കഴിക്കാൻ തുടങ്ങും. അവൾ ആ ചോക്ലേറ്റ് അതൊന്നൊന്നായിട്ട് കഴിക്കുകയാണ്. സമയം അതങ്ങനെ മുൻപോട്ടേക്ക് പോയി അവളുടെ ബാഗിലുണ്ടായിരുന്ന ആ ചോക്ലേറ്റ് അത് മുഴുവനായിട്ടും കഴിയാണ്. ചോക്ലേറ്റ് തീരേണ്ട താമസം അവൾക്ക് വിശക്കാനായിട്ട് തുടങ്ങും. അവൾ ആ ബാഗൊക്കെ എടുത്ത് ദൂരേക്ക് വലിച്ചെറിയും. എന്നിട്ട് ചുറ്റും നോക്കും. സമയം ഇപ്പോൾ ഒരുപാട് ലേറ്റ് ആയിരിക്കുകയാണ്, രാത്രിയായി. ഇത് വരാമെന്ന് പറഞ്ഞു പോയ അവളുടെ അച്ഛനെയും അമ്മയും കപ്പലിനെ ഒന്നും കാണാനില്ല. അവൾ ആകെ പേടിച്ച് ഒരു ഭാഗത്ത് പോയിരിക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ആ എൽബോ ഓഫ് ഐലാൻഡിനെ കുറിച്ച് പറയും. വർഷങ്ങൾക്ക് മുൻപേ അവിടെ ഒരുപാട് ജയൻസ് ജീവിച്ചിരുന്നു. അവിടെ ഉള്ളവരെല്ലാവരും ഒരുപാട് വലിപ്പമുള്ളവരായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ വളരെ ടെററും വളരെ പവർഫുള്ളുമാണ്. അതിൽ പലരും പൈററ്റ്സ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ക്യാരക്ടറും ഒട്ടും തന്നെ നല്ലതല്ല. ആ ജയന്റ് പൈററ്റ്സ് ടീമാണെങ്കിൽ അവർ ചെല്ലുന്ന ഐലാൻഡ് എല്ലാം തന്നെ നശിപ്പിച്ച് അത് അവരുടെ അധീനതയിൽ പെടുത്തി. അങ്ങനെ അവരുടെ സെയില് അത് വളരെ കാര്യമായിട്ട് മുൻപോട്ടേക്ക് പോകുമ്പോഴാണ് അവരുടെ കപ്പലിലെ ക്യാപ്റ്റനെ അവര് പിടിയോ വെച്ച് നഷ്ടപ്പെടുത്തുക. ക്യാപ്റ്റൻ ഇല്ലെങ്കിൽ അവർക്ക് പ്രോപ്പറായിട്ട് സെയിൽ ചെയ്ത് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ചെയ്യണമെന്നറിയാതെ അവരെല്ലാവരും ഒരുപാട് പരിഭ്രാന്തരായി കൺഫ്യൂസ്ഡ് ആയി. ലക്ഷ്യമില്ലാതെ അലഞ്ഞ അവരെ കറക്റ്റായിട്ട് നേവിക്കാർ അറസ്റ്റ് ചെയ്ത് ഈ ബേസിലേക്ക് കൊണ്ടുവന്ന് അവരെ എല്ലാവരെയും വധശിക്ഷയ്ക്ക് വിധിച്ചു. പക്ഷെ കാർമൽ അവിടേക്ക് വന്ന് ആ വധശിക്ഷ തടയാണ്. അതിന് വൈസ് അഡ്മിറൽ പറയും, ഇവർ വളരെയധികം ഡേഞ്ചർ ആയിട്ടുള്ള ആൾക്കാരാണ്, ഇവരെ ജീവിക്കാൻ അനുവദിച്ച ഇവർ നേവിക്ക് പോലും വലിയ വെല്ലുവിളിയായി തീരും. പക്ഷെ കാർമലാണെങ്കിൽ തീർത്തു പറയും, ഒരു കാരണവശാലും നമ്മളിപ്പോ അവരെ കൊല്ലാനായിട്ട് പാടില്ല. ഇവർ 4 പേരെ കൊന്ന ഈ ന്യൂസ് അറിയുന്ന എൽബോ ഫാരിയസ് അവർ വെറുതെ ഇരിക്കില്ല, അവർ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും, അത് വലിയ ഇമ്പാക്റ്റിലേക്ക് വഴിതെളിക്കും. സോ നമുക്കിപ്പോ ഇവരുടെ മിസ്റ്റേക്ക് ഒക്കെ ക്ഷമിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള പണിഷ്മെന്റ് ഒക്കെ കൊടുത്ത് പറഞ്ഞയച്ച് എല്ലാവർക്കും ഹാപ്പി ആയിട്ട് ജീവിക്കാന്ന് അവൾ പറയും. അതിനുശേഷം കാർമല് ആരും ഇല്ലാതിരുന്ന അനാഥ കുട്ടികളെ സ്വന്തം കുട്ടികളായി കണ്ട് വളർത്തി. മാത്രമല്ല ജയൻസിനും ഹ്യൂമൻ ബീങ്സിനും ഇടയിലുണ്ടായിരുന്ന വലിയൊരു ബാരിയർ അത് നീക്കം ചെയ്യാൻ അവൾ ഒരു മീഡിയേറ്ററിനെ പോലെ നിന്നു. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് 37 വർഷത്തിന് ശേഷമാണ് നമ്മുടെ ബിഗ് മോം അവിടേക്ക് എത്തിയത്. മോമിനെ അവളുടെ സ്വന്തം മകളായിട്ട് കണ്ട് ആ ഒരു വലിയ ടീമിൽ ചേർത്തു. ബിഗ് മോമും വളരെ ഹാപ്പി ആയിട്ട് ആ ഒരു വലിയ ടീമിൽ ചേരുകയാണ്. മാത്രമല്ല അവിടെയുള്ള ജയൻസിനെ ഒക്കെ കാണുമ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷം. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത നമ്മുടെ ബിഗ് മോം അവളാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് ആ ഒരു കാട്ടിൽ അങ്ങനെ ഹായ് ആയിട്ട് നടക്കുകയാണ്. അപ്പോഴായിരിക്കും ഒരു കുറുക്കനും കരടിയും അവറ്റകൾ രണ്ടും
പരസ്പരം ഇടി കൂടുന്നത് കാണുക. ബിഗ് മോം ആണെങ്കിൽ അവറ്റകളെ തൂക്കിയെടുത്ത് നിങ്ങൾ ഫൈറ്റ് ചെയ്യാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞ് അവറ്റകളെ രണ്ടിനെയും ഒരു കൂട്ടിലിട്ട് അവിടുന്ന് കടന്നു പോകും. ഇപ്പൊ സമയം കഴിഞ്ഞ് അവൾ ആ കൂട്ടിലേക്ക് തിരിച്ചു വരുമ്പോഴായിരിക്കും ആ ഒരു കരടി അത് ആ കുറുക്കനെ മുഴുവനായിട്ടും തിന്നു തീർത്തായിട്ട് അവൾ കാണുക. കയറിയ ബിഗ് മോം ആണെങ്കിൽ ആ കരടിയുടെ തലയ്ക്ക് ഒരൊറ്റ അടി. അവളുടെ ഒറ്റ അടിയിൽ അതിന്റെ കാറ്റ് പോവും. ഇതും കേട്ട് കാർമലാണെങ്കിൽ അവിടേക്ക് ഓടി വരും. എന്തു പറ്റി, എന്താ ഉണ്ടായേ? അതിന് ബിഗ് മോം പറയും, ഈ കരടി അതാ കുറുക്കനെ തിന്നു. സോ ആ ദേഷ്യത്തിന് ഞാൻ അതിന് ഒരു അടി വെച്ചു കൊടുത്തു. പക്ഷെ എന്റെ അടിയിൽ അത് ചത്തുപോയി. കാർമലാണെങ്കിൽ അത് കേട്ട് ഷോക്കാവുകയാണ്. അവളുടെ ഒറ്റ അടിയിൽ അത്രയും വലിയ കരടി അത് ചത്തുപോകണമെങ്കിൽ അവൾക്ക് എത്രമാത്രം പവർ ഉണ്ടാവുമെന്ന് കാർമൽ ചിന്തിക്കും. ബിഗ് മോം ആണെങ്കിൽ ടെൻഷനായിട്ടിരിക്കുന്നത് കണ്ട് കാർമൽ അവളെ സമാധാനിപ്പിക്കും. പക്ഷെ അതേസമയം അവിടെ ഉണ്ടായിരുന്ന മറ്റു കുട്ടികൾ ബിഗ് മോമിന്റെ പവർ അത് തിരിച്ചറിഞ്ഞ് അവളെ കളിയാക്കാനും പേടിക്കാനും അകറ്റി നിർത്താനും തുടങ്ങും. ഇവിടെ ബിഗ് മോം ആണെങ്കിൽ ലോകം ട്രൈബിൽപ്പെട്ട ഒരു പയ്യനെ അങ്ങനെ തൂക്കിയെടുക്കും. അതിനുശേഷം അവൻ എക്സ്ട്രാ കുറച്ച് ജോയിൻസ് ഒക്കെ ഉണ്ട്, അത് മുഴുവൻ ഞാൻ പറിച്ചെടുത്ത് നമ്മളെപ്പോലെ ആക്കാൻ പോവാണെന്ന് കാർമലിനോട് പറയും. കാർമലിനാണെങ്കിൽ അത് കേട്ട് ജീവൻ പോവും. അയ്യോ, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, അവനെ വെറുതെ വിട്, അവൻ ആ ട്രൈബിലെ ഒരു മെമ്പറാണ്, അവരങ്ങനെ തന്നെയാണ് ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞ് അവളെ കൺവിൻസ് ചെയ്യും. അവിടെ ഉണ്ടായിരുന്ന കുട്ടികളെല്ലാവരും ബിഗ് മോമിനെ കണ്ട് പേടിച്ച് നിൽക്കുകയാണ്. ഉടനെ അവരുടെ അമ്മ കാർമൽ അവരെ എല്ലാവരെയും സമാധാനിപ്പിക്കും. ബിഗ് മോം ഒരു നല്ല കുട്ടിയാണ്, അവളുടെ അറിവില്ലായ്മ അതുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കും. അതേസമയം ആ എൽബോ ഓഫ് ഐലാൻഡ് അവിടെയുള്ളവർ ലോകത്തിലെ തന്നെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് മാറും. അവരുടെ രണ്ട് ബ്രദേഴ്സ്, അവരുടെ രണ്ട് നേതാക്കന്മാര്, അവരാണ് ആ ലിറ്റിൽ പീപ്പിൾസ് വേൾഡിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. കുറെ കൂടെ വർഷങ്ങൾ അവർ ഫൈറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് അവിടേക്ക് പോയി അവരെ തിരികെ കൊണ്ടുവരാന്ന് അവർ പരസ്പരം പറയും. പിന്നീട് നമ്മുടെ ലൂഫിയൻ ടീം അവരവിടേക്ക് വന്ന് ആ ഫൈറ്റ് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു. ആ രണ്ട് ജയന്റ് കിങ്സിനെയും തിരികെ കൊണ്ടുവരാനായിട്ട് കടലിലേക്ക് സെയിൽ ചെയ്തിറങ്ങിയ രണ്ട് ജയൻസുകളെ നേവിക്കാര് അവർ കസ്റ്റഡിയിലെടുത്ത് ഒരുപാട് വർഷക്കാലം നേവി ബേസിൽ വർക്ക് ചെയ്യിപ്പിച്ചു. അതിനുശേഷമാണ് ലൂഫിയൻ ടീം അവിടേക്ക് വന്ന് അവരോടും സത്യമൊക്കെ പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തിയത്. കട്ട് ചെയ്ത വീണ്ടും ഫ്ലാഷ് ബാക്കിൽ നമ്മുടെ ബിഗ് മോമിന്റെ അടുത്തേക്ക് കാർമൽ വരും. കാർമൽ ബിഗ് മോമിനോട് പറയും, ഇനി വരുന്ന 12 ദിവസം ഈ ഒരു ഐലാൻഡിൽ എല്ലാവരും വ്രതമെടുക്കണം, വെള്ളമല്ലാതെ ഈ വരുന്ന 12 ദിവസം മറ്റൊന്നും കഴിക്കാനോ കുടിക്കാനായിട്ടോ പാടില്ല. അത് കേട്ട് നമ്മുടെ ബിഗ് മോം അവൾ ഷോക്കാവാണ്. കാരണം അവൾക്ക് ഒരു മണിക്കൂർ പോലും ഫുഡില്ലാതെ സർവൈവ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെയുള്ള ബിഗ് മോം എങ്ങനെ 12 ദിവസം ഫുഡ് കഴിക്കാതിരിക്കും? അടുത്ത നിമിഷം ഹൈറുദ്ദീൻ ആളാണെങ്കിൽ വേറൊരു ജൈന്റിന് ട്രെയിനിങ് ഒക്കെ കൊടുത്ത് അവിടേക്ക് വരികയാണ്. ഇദ്ദേഹമാണ് ടെസ്റോസയില് നമ്മുടെ ആൾക്കാരോട് ചേർന്ന് നിന്ന് ഫൈറ്റ് ചെയ്തത്. ഇപ്പൊ ഇവർ പ്രാക്ടീസ് ചെയ്യുന്നത് അവരുടെ രണ്ട് നേതാക്കന്മാരെ ഇവിടേക്ക് തിരികെ കൊണ്ടുവന്ന് അതിലൂടെയുള്ള അവരുടെ സെയില് അത് വീണ്ടും മുൻപോട്ടേക്ക് കൊണ്ടുപോകാനാണ്. ഉടനെ ഐലാൻഡിൽ തന്നെ ഏറ്റവും ചീഫായിട്ടുള്ള സീനിയേഴ്സ് ആയിട്ടുള്ള രണ്ട് അപ്പാപ്പന്മാര് കടന്നു വരികയാണ്. അവര് അവിടെയുള്ള കുട്ടികളെല്ലാം വിളിച്ച് പ്രത്യേകതരം ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. കാരണം ഇനി വരുന്ന 12 ദിവസത്തേക്ക് അവർക്ക് ഭക്ഷണമില്ല. ബിഗ് മോമിനാണെങ്കിൽ അത് കേൾക്കേണ്ട താമസം ഭയങ്കര സന്തോഷം. കുട്ടികളെല്ലാവരും ആവേശത്തിൽ ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാനും ഇത് കഴിക്കാനൊക്കെ ആയിട്ട് ഓടിയെത്തും. ബിഗ് മോമിന് ആ സ്വീറ്റ്സ് ഒക്കെ ഒരുപാട് ഇഷ്ടമായി. അവൾ വാരി തിന്നും. അവൾ ഒരുപാട് സ്വീറ്റ്സ് ഒക്കെ കഴിച്ചതിന് ശേഷം ഇപ്പോൾ ഫാസ്റ്റിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. മണിക്കൂറുകൾ കഴിഞ്ഞ് ദിവസങ്ങളും കടന്നുപോയി. 3 ദിവസമായിട്ട് കാർമലിന് ഇപ്പം 3 ദിവസമായിട്ട് നമ്മുടെ ബിഗ് മോം അവൾ ഫുഡ് കഴിച്ചിട്ടില്ല. അവൾ ഒരുപാട് വിശപ്പില് അമ്മയോട് അവളുടെ ബുദ്ധിമുട്ട് പറയും. അതിന് കാർമൽ പറയും, ഇത് സത്യത്തിൽ സൂര്യദേവന് വേണ്ടിയിട്ടുള്ള ഒരു സാക്രിഫൈസ് ആണ്. 12 ദിവസം നിർത്താതെ മഞ്ഞ് പെയ്യും. അതിനുശേഷം സൂര്യൻ ഇവിടേക്ക് വന്ന് ആ മഞ്ഞ് മുഴുവൻ ഒരുക്കി കളയും. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിൽ ഒരു വ്രതം അത് അനുഷ്ഠിക്കുന്നത്. അവളാണെങ്കിൽ ഈ സ്റ്റോറിയൊക്കെ കേട്ട് ഒരുപാട് കൺട്രോൾ ചെയ്യും. പക്ഷെ 7ാമത്തെ ദിവസം കൺട്രോൾ പോയ ബിഗ് മോം ആണെങ്കിൽ ആ ഐലാൻഡ് തകർക്കാൻ തുടങ്ങും. സ്വീറ്റ്സും ഫുഡും വേണമെന്ന് പറഞ്ഞ് അവൾ ഐലാൻഡ് മുഴുവൻ തല്ലി തകർക്കുകയാണ്. ആ എൽബോ വില്ലേജ് മുഴുവൻ അവൾ തകർക്കും. അവിടുത്തെ തന്നെ സീനിയർ ആയിട്ടുള്ള ആള് സ്ക്വാഡ് എടുത്ത് അവളെ വെട്ടാൻ വരുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.